ഈ വീഡിയോ സീരീസിലെ 8ാമത്തെ വീഡിയോ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. എപ്പിഡെമിയോളജി. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് എപ്പിഡെമിയോളജി. ജ്വാലാമുഖി ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? മുളക്. ജ്വാലാമുഖി എന്നത് മുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. ഒരു ജാലകത്തിന്റെ പ്രതിരോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന താപനില? ക്രിട്ടിക്കൽ താപനില. ഒരു ചാലകത്തിന്റെ പ്രതിരോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന താപനിലയാണ് ക്രിട്ടിക്കൽ താപനില. രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ? ത്രോംബോസിസ്. രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. ഡോപ്ലർ എഫക്റ്റ് കണ്ടുപിടിച്ചത്? ക്രിസ്റ്റ്യൻ ഡോപ്ലർ. ക്രിസ്റ്റ്യൻ ഡോപ്ലർ ആണ് ഡോപ്ലർ എഫക്റ്റ് കണ്ടുപിടിച്ചത്. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശ വികിരണം? അൾട്രാവയലറ്റ്. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശ വികിരണം അൾട്രാവയലറ്റ്. ദ്രവ്യത്തിന്റെ ക്ലാർക്ക് മോഡൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ? മോറോ ജെൽമനും ജോർജ് സ്വീക്കും. ദ്രവ്യത്തിന്റെ ക്ലാർക്ക് മോഡൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ മോറോ ജെൽമൻ, ജോർജ് സ്വീക്ക്. സുപ്രഭ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? ഇഞ്ചി. സുപ്രഭ എന്നത് ഇഞ്ചിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. ഒരു മാധ്യമമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി? വികിരണം. ഒരു മാധ്യമമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം? ശ്രവണ സ്ഥിരത. കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണ സ്ഥിരത. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണങ്ങൾ? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണങ്ങളാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ഒരു ദ്രാവകം അതിദ്രാവകമായി തീരുന്ന താപനില? ലാംഡ പോയിന്റ്. ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനിലയാണ് ലാംഡ പോയിന്റ്. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം? ഡിഫ്രക്ഷൻ. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം? പ്രകാശത്തിന്റെ വിസരണം. ആകാശം നീല നിറത്തിൽ കാണപ്പെടാനുള്ള കാരണം പ്രകാശത്തിന്റെ വിസരണം. കാസ്റ്റിക് സോഡയുടെ രാസനാമം? സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ്. കസിറ്റാറൈറ്റ് എന്തിന്റെ അയിരാണ്? ടിൻ. കസിറ്റാറൈറ്റ് ടിന്നിന്റെ അയിരാണ്. കുമ്മായത്തിന്റെ രാസനാമം? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കുമ്മായത്തിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഗ്രീൻ വിട്രിയോളിന്റെ രാസനാമം? ഫെറോസ് സൾഫേറ്റ്. ഗ്രീൻ വിട്രിയോളിന്റെ രാസനാമം ഫെറോസ് സൾഫേറ്റ്. ടൈറ്റാനിയത്തിന്റെ ആറ്റോമിക് നമ്പർ? 22. ടൈറ്റാനിയത്തിന്റെ ആറ്റോമിക് നമ്പർ 22. ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്തിന്റെ രാസനാമമാണ്? ഘനജലം. ഡ്യൂട്ടീരിയം ഓക്സൈഡ് ഘനജലത്തിന്റെ രാസനാമമാണ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത? ഓർബിറ്റ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഓർബിറ്റ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹങ്ങൾ? നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹങ്ങൾ നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. നിലവിലുണ്ടായിരുന്ന 63 മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് 1869 ആവർത്തന പട്ടിക പുറത്തിറക്കിയത്? ഡിമിത്രി മെൻഡലേവ്. നിലവിലുണ്ടായിരുന്ന 63 മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് 1869 ആവർത്തന പട്ടിക പുറത്തിറക്കിയത് ഡിമിത്രി മെൻഡലേവ് ആണ്.
നെഗറ്റീവ് ചാർജുള്ള റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ, ബീറ്റ വികിരണങ്ങൾ. നെഗറ്റീവ് ചാർജുള്ള റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ, ബീറ്റ വികിരണങ്ങൾ. സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം, പ്രോക്സിമ സെന്ററി. സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് പ്രോക്സിമ സെന്ററി. ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിലെ മഞ്ഞുപാളികൾ കണ്ടെത്തിയ ഉപകരണം, മിനിസാർ. ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിലെ മഞ്ഞുപാളികൾ കണ്ടെത്തിയ ഉപകരണമാണ് മിനിസാർ. സൂര്യനും ചന്ദ്രനും മധ്യത്തിലായി ഭൂമി എത്തുമ്പോൾ സംഭവിക്കുന്ന ഗ്രഹണം, ചന്ദ്രഗ്രഹണം. സൂര്യനും ചന്ദ്രനും മധ്യത്തിലായി ഭൂമി എത്തുമ്പോൾ സംഭവിക്കുന്ന ഗ്രഹണമാണ് ചന്ദ്രഗ്രഹണം. ബ്ലാക്ക് ഹോളിനെ കുറിച്ച് ഏറ്റവും ആധുനികമായി പഠനം നടത്തിയ ഏത് ശാസ്ത്രജ്ഞനാണ് 2018 മാർച്ച് 14 അന്തരിച്ചത്? സ്റ്റീഫൻ ഹോക്കിംഗ്. ബ്ലാക്ക് ഹോളിനെ കുറിച്ച് ഏറ്റവും ആധുനികമായി പഠനം നടത്തിയ സ്റ്റീഫൻ ഹോക്കിംഗ് 2018 മാർച്ചിൽ അന്തരിച്ചു. ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ വസ്തു, ശുക്രൻ. ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് ഏറ്റവും തിളക്കം കാണുന്ന വസ്തു ശുക്രൻ. 2014 ചൊവ്വയിൽ 10 വർഷം പൂർത്തിയാക്കിയ നാസയുടെ റോബോട്ടിക് പര്യവേഷണ വാഹനം, ഓപ്പർച്യൂണിറ്റി. 2014 ചൊവ്വയിൽ 10 വർഷം പൂർത്തിയാക്കിയ നാസയുടെ റോബോട്ടിക് പര്യവേഷണ വാഹനമാണ് ഓപ്പർച്യൂണിറ്റി. ചൊവ്വയിലേക്ക് 2003 നാസ വിക്ഷേപിച്ച മാർസ് എക്സ്പ്ലോറേഷൻ റോവർ ദൗത്യത്തിലെ ഓപ്പർച്യൂണിറ്റിയുടെ ഇരട്ട വാഹനം, സ്പിരിറ്റ്. 1994 വ്യാഴഗ്രഹവുമായി കൂട്ടിയിടിച്ച ധൂമകേതു, ഷുമാക്കർ ലെവി 9. 1994 വ്യാഴഗ്രഹവുമായി കൂട്ടിയിടിച്ച ധൂമകേതു ഷുമാക്കർ ലെവി 9. ഭൗമാന്തരീക്ഷത്തിലെ ശരീര ഊഷ്മാവ് 14 ഡിഗ്രി സെൽഷ്യസ്. ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് 14 ഡിഗ്രി സെൽഷ്യസ്. കാറ്റ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം, ട്രോപ്പോസ്ഫിയർ. കാറ്റ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ. ഓസോൺ പാളി കണ്ടെത്തിയത്, ചാൾസ് ഹബ്രിയും ഹെൻറി ബ്യൂസണും. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഹബ്രിയും ഹെൻറി ബ്യൂസൺ. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് രേഖപ്പെടുത്തുന്ന ഗ്രാഫ്, കീലിംഗ് കർവ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കണ്ടെത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ കാണപ്പെടുന്ന ദീപ്തി പ്രതിഭാസമാണ് അറോറ ഓസ്ട്രേലിസ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ കാണപ്പെടുന്ന ദീപ്തി പ്രതിഭാസമാണ് അറോറ ഓസ്ട്രേലിസ്. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മണ്ഡലം, എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മണ്ഡലമാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കൂടിയ മണ്ഡലം, തെർമോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കൂടിയ മണ്ഡലം തെർമോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖ, കാർമൻ രേഖ. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖയാണ് കാർമൻ രേഖ. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം, അന്റാർട്ടിക്ക. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം അന്റാർട്ടിക്ക. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിന്റെ ഫലമായി അന്തരീക്ഷം ചൂടുപിടിക്കുന്ന പ്രതിഭാസം, ഹരിതഗ്രഹ പ്രഭാവം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിന്റെ ഫലമായി അന്തരീക്ഷം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം. ഹരിതഗ്രഹ പ്രഭാവത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയ്ക്ക് ഉണ്ടാകുന്ന വർധന, ആഗോള താപനം. ഹരിതഗ്രഹ പ്രഭാവത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയ്ക്ക് ഉണ്ടാകുന്ന വർധനയാണ് ആഗോള താപനം. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ദീർഘതരംഗ രൂപത്തിൽ താപം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസം, ഭൗമവികിരണം. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ദീർഘതരംഗ രൂപത്തിൽ താപം ശൂന്യാകാശത്തിൽ വികിരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് ഭൗമവികിരണം. അന്തരീക്ഷ മർദ്ദത്തിലെ നേരിയ വ്യത്യാസം പോലും രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഉപകരണം, മൈക്രോ ബാരോ വേരിയോഗ്രാഫ്. അന്തരീക്ഷ മർദ്ദത്തിലെ
നേരിയ വ്യത്യാസം ഒരു രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഉപകരണം മൈക്രോ ബാരോമീറ്റർ. കാലാവസ്ഥാ പ്രവചനത്തിന് ഉപയോഗിക്കുന്ന ബാരോമീറ്റർ മെർക്കുറി ബാരോമീറ്റർ. കാലാവസ്ഥാ പ്രവചനത്തിന് ഉപയോഗിക്കുന്ന ബാരോമീറ്റർ മെർക്കുറി ബാരോമീറ്റർ. ആപേക്ഷിക ആർദ്രത കണ്ടുപിടിക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ആപേക്ഷിക ആർദ്രത കണ്ടുപിടിക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്നതിന്റെ ഫലമായി ഉടലെടുക്കുന്ന നീണ്ട മേഘപടലങ്ങൾ കോൺട്രയൽസ്. ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്നതിന്റെ ഫലമായി ഉടലെടുക്കുന്ന നീണ്ട മേഘപടലങ്ങളാണ് കോൺട്രയൽസ്. മഴയെക്കുറിച്ചുള്ള പഠനം ഓംബ്രോളജി. മഴയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓംബ്രോളജി. സമുദ്ര ഉപരിതലത്തിലെ ജലത്തിന്റെ ശരാശരി ഊഷ്മാവ് 17 ഡിഗ്രി സെൽഷ്യസ്. സമുദ്ര ഉപരിതലത്തിലെ ജലത്തിന്റെ ശരാശരി ഊഷ്മാവ് 17 ഡിഗ്രി സെൽഷ്യസ്. ഏത് വൈറ്റമിന്റെ അഭാവമാണ് വന്ധ്യതയ്ക്ക് കാരണം? വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ അഭാവമാണ് വന്ധ്യതയ്ക്ക് കാരണം. ശരീരത്തിൽ ഞരമ്പുകളില്ലാത്ത ജീവിവർഗം ഷഡ്പദം. ശരീരത്തിൽ ഞരമ്പുകളില്ലാത്ത ജീവിവർഗം ഷഡ്പദം. ആയുർവേദത്തിലെ ത്രിദോഷങ്ങൾ വാതം, പിത്തം, കഫം. ആയുർവേദത്തിലെ ത്രിദോഷങ്ങൾ വാതം, പിത്തം, കഫം. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയം കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം വീക്ഷണ സ്ഥിരത. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയം കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.